റഷ്യൻ ചാരനെന്ന് വിശ്വസിച്ചു പോന്നിരുന്ന ബെലൂഗ തിമിംഗലമായ ഹോൾഡിമറിനെ കടലിൽ ചത്ത നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട്. നോർവേയിൽ വെച്ചാണ് തിമിംഗലത്തിന്റെ ശരീരം കണ്ടെത്തിയതെന്നാണ് ലഭ്യമായ വിവരങ്ങൾ. ഹോൾഡിമിർ തിമിംഗലം ലോക ശ്രദ്ധ ആകർഷിച്ചത് 2019-ലാണ്. റഷ്യൻ ചാരനാണ് ഈ തിമിംഗലം എന്നായിരുന്നു പൊതുവെ വിശ്വസിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം റഷ്യയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുമില്ല. 14 അടി നീളവും 1225 കിലോഗ്രാം ഭാരവുമുള്ള തിമിംഗലം 5 വർഷം മുൻപ് ഒരു ക്യാമറയ്ക്കായി രൂപകൽപ്പന ചെയ്തതായി തോന്നുന്ന പ്രത്യേക ഭാഗവുമായി കണ്ടെത്തിയതോടെയായിരുന്നു വാർത്തകളിൽ ഇടം നേടിയത്. ഇതോടെ ഈ തിമിംഗലം ഒരു റഷ്യൻ രഹസ്യാന്വേഷണ ദൗത്യത്തിന്റെ ഭാഗമാണെന്ന് വ്യാപകമായ അഭ്യൂഹങ്ങളും പ്രചാരണങ്ങളും നടന്നു. സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ചില ഉപകരണങ്ങൾ തിമിംഗലത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരിക്കൽ പോലും തിമിംഗലത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയോ ഇക്കാര്യത്തിൽ തുറന്നു സംസാരിക്കാനോ റഷ്യ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് ഈ തിമിംഗലത്തിന് പിന്നിലെ നിഗൂഢത വർദ്ധിച്ചത്. ഹോൾഡിമിർ തിമിംഗലവും അതിന് പിന്നിലെ നിഗൂഢതയും ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. 2019-ൽ റഷ്യൻ സമുദ്ര അതിർത്തിയിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ അകലെ നോർവേയുടെ വടക്കൻ ജലാശയത്തിലെ ഇങ്കോയ ദ്വീപിന് സമീപം കണ്ടെത്തിയതോടെയാണ് ഹോൾഡിമിർ ആദ്യമായി താരമാകുന്നത്. അതിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറ സംവിധാനത്തിൽ എക്യുപ്മെന്റ് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് അടയാളപ്പെടുത്തിയത് ഈ തിമിംഗലം ഒരു റഷ്യൻ ഗവേഷണ പരിപാടിയുടെ ഭാഗമായിരുന്നുവെന്ന് നോർവേയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി സംശയിക്കാൻ കാരണമായി തീർന്നു. മനുഷ്യരോടുള്ള അസാധാരണമായ സൗഹാർദ്ദപരമായ പെരുമാറ്റത്തോടൊപ്പം ഈ ഉപകരണത്തിന്റെ സാന്നിധ്യം കൂടിയായതോടെ ഇത് കൃത്യമായ പരിശീലനം ലഭിച്ച ഒരു ജീവിയാണെന്ന ഊഹാപോഹങ്ങൾക്ക് ശക്തി പകർന്നു. രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണെന്ന വർദ്ധിച്ചു വരുന്ന തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും റഷ്യ ഒരിക്കൽ പോലും ഈ ആരോപണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതാണ് ഹോൾഡിമിറിന്റെ നിഗൂഢതയ്ക്ക് വഴിയൊരുക്കിയത്. ആർട്ടിക് ജലാശയങ്ങളിലെ വിദൂര മേഖലകളിൽ വസിക്കുന്നതും സാധാരണയായി മനുഷ്യരോട് ജാഗ്രത പുലർത്തുന്നതുമായ മിക്ക ബെലൂഗ തിമിംഗലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹോൾഡിമിർ ആളുകളോട് വലിയ അടുപ്പം കാണിച്ചിരുന്നു. സിഗ്നലുകളോട് കൃത്യമായി പ്രതികരിക്കുക, മനുഷ്യരുടെ ഇടപെടലിൽ താല്പര്യം കാട്ടുക തുടങ്ങിയ പെരുമാറ്റമായിരുന്നു ചാരസിദ്ധാന്തത്തിന് ആക്കം കൂട്ടിയത്. വാരാന്ത്യത്തിലാണ് തെക്കൻ നോർവേയുടെ തീരത്ത് പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ഹോൾഡിമിറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മറൈൻ മൈൻഡ് പറയുന്നതനുസരിച്ച് മരണത്തിന് ഒരു ദിവസം മുൻപാണ് തിമിംഗലത്തെ അവസാനമായി കണ്ടതെന്നാണ്. അന്ന് ഹോൾഡിമിർ തീർത്തും ആരോഗ്യവാനായിരുന്നു. ഇതോടെ ജീവിച്ചിരുന്ന കാലത്തെ നിഗൂഢതകൾ മരണശേഷവും പേറുകയാണ് ഈ തിമിംഗലം.